അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചുറ്റും ഒരു 100 കണക്കിന് അഡ്വൈസ് ഉണ്ട്. സോ അതിൽ ഏതൊക്കെ വർക്ക് ചെയ്യും, ഏതൊക്കെ വർക്ക് ചെയ്യില്ല, ഏതൊക്കെ കുഴപ്പമില്ല വർക്ക് ചെയ്യുമെന്ന് നോക്കാം. സോ ഒന്നാമത്തെ അഡ്വൈസ് നമുക്ക് കിട്ടാൻ പോകുന്നത്, കാപ്പി കുടിച്ചാൽ വണ്ണം കുറയും. കാപ്പി കുടിച്ചാൽ വണ്ണം കുറയോ? യെസ്, ടെക്നിക്കലി കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ വണ്ണം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കോഫി എന്ന് പറയുന്ന ഒരു സ്റ്റിമുലൻ്റ് ആണ്. സോ സ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റിനെ അല്ലെങ്കിൽ മെറ്റബോളിക് റേറ്റിനെ അത് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്താൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോഫി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കാതും പഞ്ചസാര ഇല്ലാതെയോ പഞ്ചസാര വളരെ കുറച്ചോ ഉപയോഗിച്ചതിന് ശേഷം മാത്രം, അല്ലാതെ നമ്മൾ പാലൊഴിച്ച് കാപ്പി ഉണ്ടാക്കി അതിൽ 1/2 കിലോ പഞ്ചസാര ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വണ്ണം കുറയാൻ പോകുന്നില്ല. സോ മേക്ക് ഷുവർ കോഫി കുടിക്കുകയാണെങ്കിൽ നല്ല കോഫി, അതായത് കോഫി കണ്ടന്റ് കൂടുതലുള്ള കോഫി. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിലുള്ള കാപ്പിപ്പൊടികളിൽ 30% കഫീൻ തൊട്ട് 95% കഫീൻ വരെയുള്ള കാപ്പിപ്പൊടികളുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളൊരു 70% അതിൽ കൂടുതൽ കഫീനുള്ള കാപ്പിപ്പൊടി തന്നെ വാങ്ങിക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക, എന്നിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുക. രണ്ടാമത്തെ അഡ്വൈസ്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു കണ്ണാടി നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കഴിക്കുക. സോ അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കഴിക്കുന്നത് കണ്ണാടിയിൽ കാണുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അത് ചെയ്താൽ വണ്ണം കുറയുമോ? ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെ എന്നാ ഓക്വേർഡ് പരിപാടിയാണ്. അതായത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കണ്ണാടി വെക്കുക, എന്നിട്ട് ആ കണ്ണാടി നോക്കിക്കൊണ്ട് കഴിക്കുക. എന്തിന്? കഴിക്കുന്നതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ്. സോ ടെക്നിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി അതിന് യാതൊരു എവിഡൻസും ഇല്ല. സോ ദയവ് ചെയ്ത് അതാരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. മൂന്നാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന പാത്രത്തിൻ്റെ അളവ് ചെറുതാക്കുക. അതുവഴി വണ്ണം കുറയ്ക്കാൻ പറ്റും. കുറച്ചൊക്കെ ശരിയാണ് അത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഇത്രയുള്ള പാത്രത്തിലാണെന്ന് വിചാരിക്കുക. അതിന് പകരം നമ്മൾ ചെറിയൊരു പാത്രം യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു വൈറ്റ് പ്ലേറ്റ്, ഒരു ചെറിയ വൈറ്റ് പ്ലേറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതുവഴി നമ്മൾ കഴിക്കുന്ന പോർഷൻസിൻ്റെ അളവ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയും. കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് കുറയും. സോ അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. സോ ഒരു സംവാട്ട് എഫക്റ്റീവാണ്. സോ അതുകൊണ്ട് അത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കൂടുതൽ കഴിക്കുക, എന്നിട്ട് കാർബ് കഴിക്കുന്നത് കുറയ്ക്കുക. അതും ടെക്നിക്കലി കുറേയൊക്കെ ശരിയാണ്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പ്രോട്ടീൻ പൗഡർ വേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കൂടുതൽ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസ് കാരണം നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ വർക്കൗട്ടിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തോളൂ. അല്ലാതെ വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു മെഷറായിട്ട് പ്രോട്ടീൻ പൗഡർ ആരും യൂസ് ചെയ്യേണ്ട. അൺലെസ് നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ, എങ്കിൽ നിങ്ങൾ കാർബ് കുറച്ചുകൊണ്ട് പ്രോട്ടീൻ പൗഡർ എടുത്തോളാം. എന്തിന്? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മസിൽ ലോസിനെ ബാലൻസ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വോളിയം കിട്ടാൻ വേണ്ടിയിട്ടുമായിട്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക. നല്ല കമ്പനിയുടെ ഒരു പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരാളുടെ ഗൈഡൻസ് അറിയാവുന്ന ഒരാളുടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒരു ഡോക്ടറെ ഗൈഡൻസിൻ്റെ അണ്ടറിൽ യൂസ് ചെയ്യുക. എനിക്ക് പ്രോട്ടീൻ പൗഡർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആവശ്യമുള്ളവർ ആവശ്യമുള്ള രീതിയിൽ മാത്രം കഴിക്കാൻ ശീലിക്കുക. അടുത്തത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ വണ്ണം കുറയുമോ? ഉറപ്പായിട്ടും കുറയും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ വണ്ണം കുറയും. പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തേതെന്ന് പറയുന്നത്, എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസത്തിൻ്റെ, ഇപ്പോൾ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു പോർഷൻ സമയത്ത് മാത്രം ആഹാരം കഴിക്കുക, ബാക്കി മെജോറിറ്റി പോർഷൻ സമയത്ത് മാത്രം ആഹാരം കഴിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 16 മണിക്കൂർ നിങ്ങൾ ഭക്ഷണമേ കഴിക്കാതിരിക്കുക, ബാക്കിയുള്ള 8 മണിക്കൂർ വിൻഡോയിൽ മാത്രം ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാലറി ഡെഫിസിറ്റ് വരും. അതുവഴി നമുക്ക് വെയിറ്റ് എന്തായാലും കുറയും. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ഈ 8 മണിക്കൂർ ആഹാരം കഴിക്കുന്ന സമയത്ത് കുറേ ബർഗറും പിസയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ കുറേ ചോറ് കഴിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. സോ അതുകൊണ്ട് എന്താണോ കഴിക്കേണ്ടത് അത് മാത്രം 8 മണിക്കൂറിൽ കഴിക്കുക. ഒരു ഹെൽത്തി ഡയറ്റ് മാത്രം കഴിക്കേണ്ട 8 മണിക്കൂറിൽ കഴിക്കുക. പിന്നെ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു പെരിയ മെനോപോസൽ വുമനാണ്, ഒരു 40 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PMOS ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായ ഹോർമോണൽ ചേഞ്ചസ് വരാം. പിന്നെ നമ്മുടെ എഫിഷ്യൻസി കൂടാം. അതുപോലെ നമ്മൾ ഒരു ഇൻ്റലക്ച്വൽ ജോലി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ പെർഫോമൻസ് കൂടാനൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരുപാട് സഹായിക്കും. സോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഈസ് ഗുഡ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ കറക്റ്റ് സമയത്ത് ഉപയോഗിക്കുക. അടുത്തത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുമോ?
കുറയും, പക്ഷേ ഒരു വലിയ മാജിക്കൽ നമ്പറിൽ കുറയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് അഡ്വൈസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഗ്രീൻ ടീയിൽ എന്താ പറയുന്നത്, ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ L-theanine ഉണ്ട്, കാറ്റക്കിൻസ് ഉണ്ട്, പോളിഫീനോൾ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നത്. ഇൻഫാക്ട് അതിനേക്കാളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഓവറോൾ ജനറൽ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഗ്രീൻ ടീ കുടിച്ചു എന്ന് കരുതി മാജിക്കലി നിങ്ങളുടെ വെയിറ്റ് ഒരു 10 കിലോ ഒന്നും കുറയാൻ പോകുന്നില്ല. അതിനൊരു മോഡറേറ്റ് എഫക്റ്റ് മാത്രമേ കാണൂ. രണ്ടാമത്തത്, ഈ ഗ്രീൻ ടീയിലും കഫീൻ കണ്ടന്റ് ഉണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ മാത്രമേ ഗ്രീൻ ടീ യൂസ് ചെയ്യാവൂ. 4 മണിക്ക് ശേഷം നമ്മൾ ഈ ഗ്രീൻ ടീ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഗ്രീൻ ടീക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരുപാട് അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു സാധനം തന്നെയാണ് ഗ്രീൻ ടീ. അടുത്തത്, പയ്യെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അത് സത്യമാണ്. പക്ഷേ അതിനകത്ത് ചെറിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പതിയെ ആഹാരം കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്താ പറയുന്നത്, ആഹാരം ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ബിരിയാണി കഴിക്കാട്ടോ, ബിരിയാണി ഈസ് എ ഹെൽത്തി ഫുഡ്. പക്ഷേ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം ഒരു ആഹാരം കഴിക്കുമ്പോൾ ആഹാരം ആസ്വദിച്ച് കഴിക്കുക, പയ്യെ ചവച്ച് കഴിക്കുക. സ്ലോ ആയിട്ട് കഴിക്കാന്നല്ല, പയ്യെ ചവച്ച് കഴിക്കുക, നന്നായി ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഡൈജഷൻ കുറേ കൂടെ പ്രോപ്പറാകും. രണ്ടാമത്, നമ്മൾ കഴിക്കുന്ന വോളിയം കുറയും. അത് സത്യമാണ്, ഒരുപാട് റിസർച്ചേഴ്സിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ആഹാരം പയ്യെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം പയ്യെ ചെയ്ത് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക, കറക്റ്റ് ടൈമിന് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സപ്ലിമെൻറ്റ്സ് ആണ്. സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയോ? ഒരുപാട് പേഷ്യൻസ് എന്നോട് വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ്, ഡോക്ടർ omega-3 കഴിച്ചാൽ വെയിറ്റ് കുറയോ, അല്ലെങ്കിൽ വൈറ്റമിൻ എ കഴിച്ചാൽ വെയിറ്റ് കുറയോ, അല്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റ് കഴിച്ചാൽ വെയിറ്റ് കുറയോ, ആ സപ്ലിമെൻറ്റ് കഴിച്ചാൽ വെയിറ്റ് കുറയോ എന്നുള്ളത്. ടെക്നിക്കലി ഒരു സപ്ലിമെൻറ്റ് കൊണ്ട് മാത്രം നിങ്ങളുടെ വെയിറ്റ് കുറയാൻ ഒരിക്കലും പോകുന്നില്ല. അതായത് ഞാൻ ചുമ്മാ രാവിലെ തൊട്ട് ഇങ്ങനെ വെറുതെ ഒരു കസേര കുത്തിയിരിക്കുക, ഞാൻ ഡയറ്റും നോക്കത്തില്ല, വർക്കൗട്ടും ചെയ്യത്തില്ല, എന്നിട്ട് കുറേ സപ്ലിമെൻറ്റ് വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ സപ്ലിമെൻറ്റ്സും എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ ഡയറ്റും നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ omega-3 കഴിക്കുന്നുണ്ട്, വൈറ്റമിൻ എ കഴിക്കുന്നുണ്ട്, അതിനോട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഈ സപ്ലിമെൻറ്റ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കിട്ടാവുന്ന വെയിറ്റ് ലോസിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂട്ടിത്തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 6 കിലോ നിങ്ങൾക്ക് കുറയും എക്സസൈസ് ചെയ്താലെങ്കിൽ, നിങ്ങൾ omega-3യും വൈറ്റമിൻ എയുടെ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 കിലോ കുറയും. സോ മേക്ക് ഷുവർ സപ്ലിമെൻറ്റ് എപ്പോഴും ഒരു അഡീഷനായിട്ട് യൂസ് ചെയ്യുക, സപ്ലിമെൻറ്റ്സിനെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അടുത്തത്, കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ റെസ്റ്റ് എടുക്കുക, വീണ്ടും വർക്കൗട്ട് ചെയ്യുക. അതായത് HIITS, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർമീഡിയറ്റ് ട്രെയിനിങ് എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയുമോ എന്നോട് ചോദിച്ചാൽ, ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ വണ്ണം കുറയാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് വണ്ണം കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാധനമാണ് HIITS എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങളോട് ഒരാൾ HIITS ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തോളുക. കാരണം HIITS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറും, നിങ്ങളുടെ വെയിറ്റ് അടിപൊളിയായിട്ട് കുറയും, നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സ് കുറയും, നിങ്ങൾ അടിപൊളിയാവും. സോ മേക്ക് ഷുവർ നിങ്ങൾ HIITS എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, എന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും. കൈൻഡ് ഓഫ് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ്. എല്ലാ ദിവസവും ഒരു 2 to 3 ലിറ്റേഴ്സോ വെള്ളം എല്ലാവരും കുടിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവും. രണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിക്ക് അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ചില റിസർച്ചിൽ പറയുന്നത്, നമ്മൾ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു 70 ഡിഗ്രി വരെ, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ വരെ ചൂടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിനെ അതൊരു ഒരു ലിമിറ്റ് വരെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ അതിനെല്ലാം വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വർക്കൗട്ട് ചെയ്തുകൊണ്ട് വെള്ളം കുടിക്കുക. അങ്ങനെയാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഒരു അഡിക്റ്റീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ വെള്ളം നല്ലോണം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റഡ് ആവും, അതുപോലെ നമ്മുടെ വെയിറ്റ് ലോസ് ബൂസ്റ്റഡ് ആവും, അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ ഹെൽത്തും അടിപൊളിയാവും. പിന്നെ ഈ ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് എന്നോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലിമിറ്റ് വെച്ചിട്ട് വെള്ളം കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നടന്നാൽ മാത്രം മതി വണ്ണം കുറയും, അല്ലെങ്കിൽ ഓടിയാൽ മാത്രം മതി വണ്ണം കുറയും. ടെക്നിക്കലി വണ്ണമൊക്കെ കുറയും, പക്ഷേ നമുക്കൊരു ഹെൽത്തി വെയിറ്റ് ലോസ് വേണം, നമുക്കൊരു ഹെൽത്തി ആയ ബോഡി വേണം, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് അടിപൊളിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സസൈസ് എന്ന് പറയുന്നതിന്, അതായത് നമുക്ക് ലോഞ്ചിവിറ്റിക്ക് വേണ്ടി, അതായത് ഒരുപാട് നാൾ മരുന്ന് കഴിക്കാതെ ആരോഗ്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് എക്സസൈസിൽ വേണ്ട. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന കാർഡിയോവാസ്കുലർ എക്സസൈസസ്. ഓഫ് കോഴ്സ് അത് വേണം, നിർബന്ധമാണ്. ഓട്ടമോ ചാട്ടമോ സ്കിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ. അതിൻ്റെ കൂടെ നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് വേണം, അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, അതായത് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുക, അത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ സ്റ്റെബിലിറ്റി
സ്റ്റെബിലിറ്റി ട്രെയിനിങ് ഉണ്ട്. കൂടുതൽ ആൾക്കാരും ചെയ്യാറില്ല. സ്റ്റെബിലിറ്റി ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീഴാതിരിക്കാൻ, ചാൻസസ് ഓഫ് ഫോൾ കുറയ്ക്കാൻ വേണ്ടി, ഇൻ കേസ് നമ്മൾ വീണാൽ നമുക്ക് മേജർ ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ്ങിൻ്റെ പേരാണ് സ്റ്റെബിലിറ്റി ട്രെയിനിങ്. സോ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എക്സസൈസ് അല്ലെങ്കിൽ ട്രെയിനിങ് കറക്റ്റ് ആവൂ. സോ ഈ 3 കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങളോട് എല്ലാവരും ഞാൻ പറയട്ടെ, നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അതിനിപ്പം ഇപ്പോൾ എല്ലാവരും പറയും വെയിറ്റ് കുറയ്ക്കാൻ ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുത്ത് വെയിറ്റ് കുറയ്ക്കാമെന്ന്. അതെടുത്താൽ വെയിറ്റ് കുറയ്ക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അത് നമ്മളൊരു സ്പെസിഫിക് കേസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് റിഫ്രാക്ടറി ഒബീസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര കാർഡിയോവാസ്കുലർ റിസ്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഈ പറയുന്ന ഇഞ്ചക്ഷൻ എടുത്ത് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഐഡിയലി വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് എന്താ വേണ്ടത്? നല്ലൊരു ഡയറ്റ് വേണം. നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഡിസീസസ്, ഫോർ എക്സാമ്പിൾ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യണം. നല്ല എക്സസൈസ് വേണം. പിന്നെ കുറച്ചൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഉറങ്ങുക, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ വെയിറ്റ് അടിപൊളിയായിട്ട് കുറഞ്ഞോളും. അല്ല അതിന് വലിയ വലിയ ഷോർട്ട് കട്ട്സ് ഇല്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ ഹാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു കോർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. അതായത് അവസാനം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. സോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും വെയിറ്റ് കുറച്ചോളുക. ഞാൻ പേഴ്സണലി വെയിറ്റ് കുറച്ച ഒരാളാണ്. അതായത് 90 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു നല്ല ട്രെയിനറൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജിമ്മിലൂടെ പോയിട്ട് വെയിറ്റ് കുറച്ച് ഇപ്പോൾ എൻ്റെ വെയിറ്റ് 64 കിലോ ആണ്. ഇത്രയും വെയിറ്റ് പോരാ, കുറച്ചുകൂടെ വെയിറ്റ് വെക്കണം. അത് മസിൽ മാസ് വെക്കണം. സോ അതിനുള്ള ഓട്ടത്തിലാണ് ഞാൻ. സോ നിങ്ങളും അതിനെയൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കറക്റ്റ് BMIയും കറക്റ്റ് മസിൽ മാസും ഒക്കെ ബിൽഡ് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വെയിറ്റ് ലോസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, പരമാവധി ആശുപത്രി പോകുന്നത് കുറയ്ക്കുക. ഓക്കെ, ബൈ ബൈ.